ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈമിലൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രത്യുൽപാദനത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് അലൈംഗിക പ്രത്യുൽപാദനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരൊറ്റ ചെടി അല്ലെങ്കിൽ ഒരു പാരന്റ് തന്നെ പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇലമുളച്ചി, ഇലകളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നതാണ്. ബ്രയോഫിലം ചെയ്യുന്നതാണ്. മരച്ചീനി എങ്ങനെയാണ്, തണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത്. ആൻഡ് കറിവേപ്പാണെങ്കിൽ വേരുകളിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് പോലെയുള്ള ഫംഗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോശത്തിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ ബഡ് വന്നിട്ട് അതൊരു പുതിയ ജീവിയായിട്ട് മാറുകയാണ്. പ്ലാസ്മോഡിയം ആണെങ്കിൽ ബഹുഭംഗം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ, ഒരു ജീവിയുടെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ജീവികൾ ഉണ്ടായിട്ട് അത് പൊട്ടി പുറത്തേക്ക് പോവുകയാണ്. പിന്നെ പ്ലനേറി ആണെങ്കിൽ പുനരുൽപ്പത്തി അല്ലെങ്കിൽ നമ്മൾ പറയും റീജനറേഷൻ. ഒന്നിനെ നമ്മളിത് ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മുടെ നടുഭാഗമാണ്, അതിൽ നിന്ന് തലയും വാലും വരും. തല മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഉടലും വാലും വരും. വാൽഭാഗമാണെങ്കിൽ തലയും ഉടലും വരും. അങ്ങനെ പുനരുൽപ്പത്തി പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ള കഴിവാണ്. പിന്നെ രേണുക്കൾ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ നമ്മുടെ ഫംഗസ് ചെയ്യുന്നതാണ്. ദ്വിവിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷൻ നമ്മുടെ ബാക്ടീരിയ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവിടെ ഒരാൾ തന്നെയാണ് പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കുന്നത്. സോ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവി വർഗത്തിൻ്റെ കണ്ടിന്യൂഷൻ അല്ലേ, അതിൻ്റെ ആ ഒരു പിന്തുടർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ തന്നെ ഒരാൾ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനമാണ്. പക്ഷെ അവിടെ 2 ആൾക്കാരുണ്ട് അല്ലെ, 2 പാരൻസ് ഉണ്ട്, 2 ഗ്യാമീറ്റ്സ് അല്ലെ 2 ബീജകോശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സംയോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ എന്തുണ്ടാവാറുണ്ട്, വിത്ത് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വിത്ത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ചെടികളിൽ ഫ്ലവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ ലൈംഗികാവയമായിട്ടുള്ള സ്റ്റിഗ്മ, അതുപോലെ സ്റ്റൈൽ, ഓവറി ഒക്കെ ഉണ്ട്. പരാഗണ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ സ്റ്റൈലുണ്ട്, പിന്നെ നമ്മുടെ അണ്ടാശയമുണ്ട്. ആൻഡ് നമ്മുടെ ഇതിനെ മലയാളത്തിൽ നമ്മൾ ജനി എന്നാണ് ഈ ഒരു പിസ്റ്റിലിനെ പറയുന്നത്. ആൻഡ് പുരുഷ ലൈംഗികാവയവമാണ് സ്റ്റെയ്മൻ അല്ലെങ്കിൽ കേസരം. അതിനൊരു ആന്തർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫിലമെൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ആന്തറിൽ ഉണ്ടാകുന്ന നമ്മുടെ പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ നമ്മുടെ ഈ ഒരു സ്റ്റിഗ്മ പരാഗണ സ്ഥലത്തേക്ക് എത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ നിന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്ക് പരാഗരേണുക്കൾ എത്താൻ സഹായിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കാറ്റ് സഹായിക്കാറുണ്ട്, ജലം സഹായിക്കാറുണ്ട്, ആനിമൽസ് പ്രത്യേകിച്ച് പ്രാണികളൊക്കെ സഹായിക്കാറുണ്ട്. ഇനി നിങ്ങൾക്കത് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ആന്തർ അല്ലെങ്കിൽ പരാഗിയുടെ അകത്ത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കളുണ്ട്. ആന്തറിന് താഴെയായിട്ട് നമുക്ക് തന്തുകം അല്ലെങ്കിൽ ഫിലമെൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ പോളൻ ഗ്രെയിൻ്റെ അകത്ത് നമുക്ക് 2 തരത്തിലുള്ള ന്യൂക്ലിയസ് കാണാം. ഒരു ട്യൂബ് ന്യൂക്ലിയസും ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും. ഇതിൽ ട്യൂബ് ന്യൂക്ലിയസ് ആണ് നമ്മുടെ പരാഗനാളി അല്ലെങ്കിൽ പോളൻ ട്യൂബ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണെങ്കിലോ അത് വിഭജിച്ചിട്ട് 2 മെയിൽ ഗ്യാമേറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പോളൻ ഗ്രെയിൻ എവിടെ വീഴും, പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ വീഴും. അപ്പോൾ നമ്മുടെ പോളൻ ട്യൂബ് പരാഗനാളി ഫോം ചെയ്യും. അതെവിടേക്ക് എത്തും, നമ്മുടെ സ്റ്റൈൽ അല്ലെങ്കിൽ ജനിതണ്ടിലൂടെ പോയി നമ്മുടെ ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിലെത്തും. അങ്ങനെ നമ്മുടെ ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രത്യേകിച്ച് 2 തരത്തിലുള്ള ന്യൂക്ലിയസുകളാണ്. ഒന്ന് അവിടെ ഒരു എഗ്ഗ് എന്ന് പറയുന്ന സെല്ലുണ്ട്, എഗ്ഗ് അല്ലെങ്കിൽ ഓവം അല്ലെങ്കിൽ അണ്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പിന്നെ അവിടെ 2 പോളാർ ന്യൂക്ലിയകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടേക്ക് നമുക്ക് 2 മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ 2 പുരുഷ ബീജങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് എൻഡോസ്പേം ആയിട്ട് മാറും. മറ്റൊരു മെയിൽ ഗ്യാമേറ്റ് നമ്മുടെ എഗ്ഗ് അഥവാ ഓവവുമായി കൂടി ചേർന്നിട്ട് സൈഗോട്ടായിട്ട് മാറും. അതിൽ സൈഗോട്ടായിട്ട് അല്ലെങ്കിൽ സിക്താണ്ഡമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ബീജ സംയോഗം എന്ന് പറയാം. ഇതിൽ ഈ ഒരു എൻഡോസ്പേം ആണ് നമ്മുടെ സൈഗോട്ട് വളർന്ന എംബ്രിയോ ആയിട്ട് ഭ്രൂണമായിട്ട് മാറുമ്പം അതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓവറി അല്ലെങ്കിൽ അണ്ടാശയം, അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ ഉള്ളത്. അത് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിലാണ് ഓവം അഥവാ അണ്ടം, അതുപോലെ തന്നെ പോളാർ ന്യൂക്ലിയൈ കാണുന്നത്. അതിൽ നമ്മുടെ പോളൻ ഗ്രെയിൻ എന്താണ്, നമ്മുടെ മെയിൽ ഗ്യാമീറ്റ്സ് ഉള്ളതും അതേപോലെ തന്നെ പ്രാണികളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് 2 പുരുഷ ബീജങ്ങൾ മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോളൻ ട്യൂബ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെയിൽ ഗ്യാമേറ്റ്സിനെ എവിടേക്ക് എത്തിക്കും, നമ്മുടെ എഗ്ഗിൻ്റെ അടുത്തേക്ക് എത്തിക്കും. മെയിൽ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചിട്ടാണ് മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടി ചേർന്ന് സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാകുന്നു. മറ്റേ മെയിൽ ഗ്യാമേറ്റ് നമ്മുടെ പോളാർ ന്യൂക്ലിയസുകളും കൂടി ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടാവും. ഇതിൽ മോണോകോട്ട് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഏകബീജ പത്രസസ്യങ്ങളിൽ
ഈ എൻഡോസ്പേം ന്യൂക്ലിയസ് വിഭജിച്ച് എൻഡോസ്പേം സെൽസ് അല്ലെങ്കിൽ എൻഡോസ്പേം കോശങ്ങളായിട്ട് മാറും. അവരാണ് നമ്മുടെ വളർന്നു വരുന്ന സൈഗോട്ട് അല്ലെങ്കിൽ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഭ്രൂണമായിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാഡി, നെൽച്ചെടി, അതുപോലെ തന്നെ മെയ്സ്, കോക്കനട്ട്, ഇതിലൊക്കെ എൻഡോസ്പേം ടിഷ്യൂലാണ് എന്തുള്ളത്, പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. നേരെ മറിച്ച് ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ദ്വിബീജ പത്രസസ്യങ്ങളിൽ അവരുടെ കോട്ടിലിഡൺ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പത്രസസ്യങ്ങൾ അല്ലെങ്കിൽ കോട്ടിലിഡൺ എന്ന് പറയാം. അപ്പോൾ അവരുടെ പോഷകങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, ഈ കോട്ടിലിഡൻസിൻ്റെ അകത്താണ് സംഭരിച്ച് വെച്ചിട്ടുണ്ടാവുക. ഇനി നമ്മളിതേ ആ ഒരു കംപ്ലീറ്റ് സ്റ്റേജസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ, അതിനകത്ത് സ്റ്റെയ്മനും പിസ്റ്റിലും ഉണ്ട്. സ്റ്റെയ്മൻ്റെ അകത്ത് ഫിലമനും ആന്തറും ഉണ്ട്. ആന്തറിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻ, പോളൻ ഗ്രെയിൻ്റെ അകത്താണ് സ്പേം അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് ഉള്ളത്. പിസ്റ്റിൻ്റെ അകത്ത് ഓവറിൻ്റെ അകത്ത് ഒവ്യൂൾ, ഒവ്യൂളിൻ്റെ അകത്താണ് എഗ്ഗ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സൈഗോട്ട്. സൈഗോട്ട് വളർന്നിട്ടാണ് എംബ്രിയോ അഥവാ ഭ്രൂണമായിട്ട് മാറുക. ആ ഭ്രൂണമാണ് പിന്നീട് നമ്മുടെ ചെടിയായിട്ട് മാറുക. നമ്മുടെ മനുഷ്യന്മാരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ടെസ്റ്റീസ് അല്ലെങ്കിൽ വൃഷണമുണ്ട്. അതിനകത്താണ് നമ്മുടെ മെയിൽ ഗാമേറ്റ്സും അതേപോലെ തന്നെ എന്തും ഫോം ചെയ്യുന്നത്, നമ്മളുടെ ഹോർമോൺസ്, മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഫോം ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗാമേറ്റ്സിനെ അല്ലെങ്കിൽ ഈ സ്പേമിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ബീജവാഹി ഉണ്ട്. അപ്പോൾ ടെസ്റ്റീസിൽ നിന്ന് നമ്മുടെ സ്പേമിനെ പുറത്തേക്ക് എത്തിക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ഒരു ബീജവാഹിയാണ്. പിന്നെ ഇവിടെ ഗ്രന്ഥികളുണ്ട്, അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡും അതേപോലെ തന്നെ എന്താണ് സ്പേമിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഫ്ലൂയിഡാണ്. പിന്നെ ഈ ഒരു ഗാമേറ്റ്സിനെ, ഈ സ്പേമിനൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് പീനസ് അല്ലെങ്കിൽ ലിംഗം. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സീമൻ എന്ന് പറഞ്ഞാൽ ശുക്ലമാണ്. അതായത് ഇതുണ്ടാക്കുന്ന സ്പേമും ഈ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഫ്ലൂയിഡും കൂടി ചേരുമ്പോഴാണ് അത് സീമൻ അല്ലെങ്കിൽ ശുക്ലമാവുന്നത്. ശുക്ലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ലിംഗം അല്ലെങ്കിൽ പീനസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ സ്ഖലനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്നാണ് പറയാം. ഇനി ഈ മെയിൽസിൻ്റെ ഈ ടെസ്റ്റീസ് ഉണ്ടാവുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ല, പകരം എന്താണ്, അവരുടെ പീനസ് അല്ലെങ്കിൽ ലിംഗത്തിന് താഴെയായിട്ട് ഒരു സ്ക്രോട്ടൽ സാക്ക് അല്ലെങ്കിൽ ഒരു സഞ്ചിക്കകത്താണ് ഉണ്ടാവുക. അപ്പോൾ എന്തിനാണ് ഇതിനെ ഈ സഞ്ചിക്കകത്ത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റീസിൻ്റെ അകത്താണ് നമ്മുടെ സ്പേം അല്ലെങ്കിൽ പുംബീജങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ പുംബീജങ്ങൾക്ക് രൂപപ്പെടാൻ ഒരു താപനില വേണം. അത് പക്ഷേ നമ്മുടെ ശരീര താപനില എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനേക്കാൾ കുറവ് മതി. എത്ര മതി, ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ശരീര താപനിലയേക്കാൾ കുറവ് മതി എന്ന് പറയുമ്പം 37 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവ് എത്രയാണ്, 2 അല്ലെങ്കിൽ 2.5 കുറവ്. അപ്പോൾ ഒന്നുകിൽ 34.5 അല്ലെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെസ്റ്റീസിൻ്റെ ഉള്ളിൽ സ്പേം അല്ലെങ്കിൽ പുംബീജങ്ങൾ രൂപപ്പെടാൻ വേണ്ട താപനില. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിന് പുറത്ത് വെച്ചത്. ശരീരത്തിൻ്റെ അകത്തായി കഴിഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസിൽ സ്പേം ഫോം ചെയ്യൂല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിങ്ങനെ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്, ഒരു സ്ക്രോട്ടൽ സാക്കിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ക്രോട്ടൽ സാക്ക് എന്തിനും കൂടെ സഹായിക്കുന്നുണ്ട്, വൃഷണ സഞ്ചി. ഇത് ചൂട് വരുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. തണുക്കുന്ന സമയത്ത് അതിങ്ങനെ ചുരുങ്ങിയിട്ട് താപനില കൂടി ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാർക്ക് ടെസ്റ്റീസ് ഉള്ളതുപോലെ സ്ത്രീകൾക്ക് ഓവറി അല്ലെ അണ്ടാശയമുണ്ട്. അതിനകത്താണ് അണ്ടം രൂപപ്പെടുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും രൂപപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ അണ്ടത്തിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹി ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം, നമ്മുടെ എംബ്രിയോ വളരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ വെജൈന അല്ലെങ്കിൽ യോനി, ഗർഭപാത്രം പുറത്തേക്ക് തുറക്കുന്നത് ഇവിടെ വെക്കാണ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞുവാവ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ സമയത്ത് രക്തം പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സീമൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് സീമൻ ശുക്ലം റിലീസ് ചെയ്യുന്നതും എവിടേക്കാണ്, ഈ ഒരു യോനിയിലേക്ക് തന്നെയാണ്. ഇനി നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ ഗ്യാമേറ്റ്സ്. മെയിൽ ഗ്യാമേറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മുടെ അണ്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ഹെഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടെയിലും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിനെ കവർ ചെയ്തിട്ടൊരു പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്. ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തല, വാല്, ഉടലുണ്ട്. പക്ഷേ നമ്മുടെ അണ്ടത്തിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും, കാരണം ഇതിന് വാൽഭാഗം ഉള്ളതുകൊണ്ട് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്പേമിനെ വെച്ച് നോക്കുമ്പോൾ അണ്ടം എന്താണ്, കുറച്ചുകൂടി വലുതാണ്. ഇതൊരു കമ്പാരിസൺ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഷനിലേക്ക് പോകുമ്പോൾ എന്താണ് ഇജാക്കുലേഷൻ എന്ന് അറിയണം. മിസ് നേരത്തെ പറഞ്ഞു, നമ്മുടെ ലിംഗം അല്ലെങ്കിൽ പീനസിൽ നിന്ന് സീമൻ പുറത്തേക്ക് പോകുന്നതിനെയാണ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം എന്ന് പറയാം. അപ്പോൾ ഈ സ്ഖലനം നമ്മുടെ യോനിയിലേക്കാണ് നടക്കുക. അപ്പോൾ യോനിയിൽ വെച്ചിട്ട് ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഇവിടെ നമ്മുടെ സ്പേം എത്തും. അപ്പോൾ ഈ സ്പേം ഇങ്ങനെ സ്വിം ചെയ്ത്, കാരണം അതിന് വാലുണ്ടല്ലോ, ടെയിലുണ്ട്, അതിങ്ങനെ സ്വിം ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിയിൽ എത്തുമ്പോൾ അവിടെ എന്തുണ്ട്, ഓവുലേഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട്, ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരുന്നത് ാണ് ഓവുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ അണ്ടം അല്ലെ ഓവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും,
ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഒരു സ്പേമിനെ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടെയിൽ ഉണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്യണേ. അപ്പോൾ ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാകും, അത് എംബ്രിയോ ആയിട്ട് വളരും. നേരെ മറിച്ചത് നടന്നിട്ടില്ലെങ്കിലോ, നമ്മുടെ ഈ ഒരു ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം നടക്കുമ്പോൾ ഓവറിയിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരുന്ന അതേ സമയം തന്നെ നമ്മുടെ യൂട്രസ് ചില തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. കാരണം അണ്ടം പുറത്തേക്ക് വന്നാൽ യൂട്രസ് എന്താ വിചാരിക്കുക, സ്പേം ഇപ്പോൾ വരും, ഇവർ രണ്ടിനും കൂടി ചേർന്ന് സൈഗോട്ട് ആകും, അത് പിന്നീട് എംബ്രിയോ ആകും, അപ്പോൾ ഇവിടെ കുഞ്ഞിന് വളരണം. അപ്പോൾ യൂട്രസ് എല്ലാ മാസവും തയ്യാറെടുപ്പുകൾ നടത്തും. പക്ഷേ ബീജസംയോഗം നടത്താതിരുന്നു കഴിഞ്ഞാൽ, നടക്കാതെ പോയി കഴിഞ്ഞാൽ ഈ തയ്യാറെടുപ്പുകൾ മുഴുവൻ വേസ്റ്റ് ആയില്ലേ. അപ്പോൾ യൂട്രസിൻ്റെ അകത്ത് പുതിയതായിട്ടുണ്ടാകുന്ന രക്തക്കുഴലുകളും ടിഷ്യൂസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ആർത്തവം അല്ലെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിക്താണ്ഡം അല്ലെ സൈഗോട്ട് ഒരൊറ്റ സെല്ലായിരുന്നു അല്ലേ, അതെങ്ങനെയാണ് ഇത്രയും വലുപ്പമുള്ള ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഇത്രയും കോശങ്ങളുള്ള നമ്മളായിട്ട് മാറിയതെന്ന് ചോദിച്ചാൽ, അവിടെ സെൽ ഗ്രോത്ത് നടന്നിട്ടുണ്ട്, സെൽ ഡിവിഷൻ നടന്നിട്ടുണ്ട്, അതുപോലെ കോശ വൈവിധ്യവൽക്കരണം നടന്നിട്ടുണ്ട്. അപ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുള്ള സൈഗോട്ട് ഇപ്പം നമ്മളൊരു മൾട്ടി സെല്ലുലാറാണ്, ഒരു ബഹുകോശ ജീവിയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, കോശ വിഭജനം നടന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ എന്താണ്, ആ ഒരു കുഞ്ഞു കോശം വളർന്നിട്ടുണ്ടാവണം, അതിനകത്ത് സൈറ്റോപ്ലാസത്തിൻ്റെ അളവ് കൂടണം, സെൽ ഓർഗനൽസിൻ്റെ അളവ് കൂടണം, അതുപോലെ തന്നെ സെല്ലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് ഒരു ടൈപ്പ് സെല്ല് പോരാ, നമുക്ക് പലതരത്തിലുള്ള അല്ലേ, നമ്മൾ സെൽ ക്ലസ്റ്റേഴ്സിൻ്റെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എപ്പിത്തീലിയൽ സെല്ല് വേണം, മസിൽ സെല്ല് വേണം, നെർവ് സെല്ല് വേണം, അങ്ങനെ പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം കൂടെ നടക്കണം. അപ്പോൾ കോശ വിഭജനം നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം, മറ്റേത് മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം. അതിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഭജിച്ച് കഴിഞ്ഞാലും ഒരു കോശത്തിനകത്തുള്ള ക്രോമസോമിൻ്റെ നമ്പർ മാറൂല. പക്ഷേ മിയോസിസ് എന്ന് പറയുമ്പോൾ അത് ബീജരൂപീകരണത്തിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് വിഭജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ സംഖ്യ എന്താകും, പകുതിയായിട്ട് മാറും. ആൻഡ് നമുക്ക് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതി. ഇത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. ആദ്യം മർമ്മ വിഭജനം അല്ലെ ന്യൂക്ലിയർ ഡിവിഷൻ, അതിന് നമ്മൾ കാരിയോ കൈനസിസ് എന്നാണ് പറയുക. കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, കൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. പിന്നെ അടുത്തതാണ് സൈറ്റോ കൈനസിസ്, സെല്ല് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൻ്റെ വിഭജനം. അപ്പോൾ ആദ്യം നോക്കിക്കേ മക്കളെ, കാരിയോ കൈനസിസ് നടക്കുന്ന 4 സ്റ്റേജിലാണ്: പ്രോഫീസ്, മെറ്റാഫീസ്, അനാഫീസ് ആൻഡ് ടീലോഫീസ്. അപ്പോൾ നമ്മുടെ സെല്ല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ക്രോമാറ്റിൻ റെട്ടിക്കുലം ഉണ്ട്, ന്യൂക്ലിയോലസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രോഫീസിൽ നമ്മുടെ ഈ ഒരു ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എല്ലാം കൂടി കണ്ടൻസ് ചെയ്ത് ചുരുങ്ങി എന്തായിട്ട് മാറും, ക്രോമസോമുകളായിട്ട് മാറും. ഇത് എങ്ങനെ ഒരു ക്രോമസോമായിട്ട് മാറും. ഇതിന് 2 ക്രോമാറ്റിഡുകൾ ഉണ്ടാവും. അതിനുശേഷം മെറ്റാഫീസ് ആണ്. മെറ്റാഫീസിൻ്റെ സ്റ്റേജിൽ നോക്കുക, ക്രോമസോമുകൾ ഇങ്ങനെ കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ലൈനപ്പ് ചെയ്യും. ആൻഡ് അനാഫീസിലാണെന്നുണ്ടെങ്കിലോ, ഇത് നമ്മൾ പറഞ്ഞു ഒരു ക്രോമസോമിന് എന്തുണ്ട്, 2 ക്രോമാറ്റിഡുകളുണ്ട്. ഇതാണ് ഒരു ക്രോമാറ്റിഡ്, ഇതാണ് മറ്റേ ക്രോമാറ്റിഡ്. അപ്പോൾ അനാഫീസിൽ എന്താ സംഭവിക്കുക, ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഇരു ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ആൻഡ് ടീലോഫീസ് ആവുമ്പോഴോ, ഇവിടെ നമ്മുടെ ക്രോമസോമുകൾ എന്തായിട്ട് മാറും, ക്രോമാറ്റിൻ നെറ്റ്വർക്കായിട്ട് മാറും. അങ്ങനെ 2 കോശങ്ങളുടെ പുതിയ ന്യൂക്ലിയസ് ആയിട്ട്, നമ്മൾ പറഞ്ഞു ഒരു കോശം വിഭജിച്ച് 2 കോശമായിട്ട് മാറണം, അപ്പോൾ 2 ന്യൂക്ലിയസ് വേണ്ടേ. അപ്പോൾ ഇവിടെ ആകുമ്പോഴേക്ക് നമ്മൾ 2 ന്യൂക്ലിയസ് രൂപപ്പെട്ടു. ഇവിടെ ആ ന്യൂക്ലിയസ് ആകാൻ പോകുന്ന കോശങ്ങളുടെ ക്രോമസോമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഡോട്ടർ ക്രോമസോം അല്ലെ പുത്രിക ക്രോമസോം എന്ന് പറയുന്നത്. ഈ ക്രോമസോം ഇപ്പോൾ എന്തായി, ടീലോഫേസ് ആയപ്പോഴേക്ക് പുത്രിക ന്യൂക്ലിയസ് അല്ലെ ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഇപ്പോഴും ഡോട്ടർ സെല്ലായിട്ടില്ല. ഡോട്ടർ സെൽ എന്ന് പറഞ്ഞാൽ ഒരു കോശം വിഭജിച്ചിട്ടുണ്ടാകുന്ന കോശങ്ങളെയാണ് ഡോട്ടർ സെല്ലിലെ പുത്രികാ കോശം എന്ന് പറയാം. അപ്പോൾ ഡോട്ടർ സെൽസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കോശദ്രവ്യം കൂടി വിഭജിക്കണം. അപ്പോൾ കോശദ്രവ്യ വിഭജനം ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും 2 തരത്തിലാണ്. ജന്തുകോശങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോശങ്ങളുടെ മധ്യഭാഗത്തായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഉൾവലിയും. അങ്ങനെ ഉൾവലിഞ്ഞ് അത് നടുഭാഗത്തേക്ക് വന്ന് കോശങ്ങളെ വേർതിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ പ്ലാന്റ് സെൽസ് അല്ലെങ്കിൽ സസ്യകോശങ്ങളിലാണെങ്കിലോ, നടുഭാഗത്തായിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും, ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ആ സെൽ പ്ലേറ്റ് ഫോം ചെയ്തിട്ട് അതാണ് എന്ത് ചെയ്യുന്നത്, കോശത്തിനെ 2ആയിട്ട് മുറിക്കുന്നത്. ഇനി മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഡിവിഷൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ മാറ്റാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഈ വിഭജനം നടന്നു കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ സംഖ്യയിൽ മാറ്റം വരില്ല. പക്ഷേ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് എന്താണ്, നമുക്കറിയാം ബീജകോശങ്ങളുടെ ക്രോമസോം സംഖ്യ പകുതി ആയിരിക്കണം. എങ്കിൽ മാത്രമേ 23 ക്രോമസോമുള്ള നമ്മളുടെ സ്പേമും 23 ക്രോമസോമുള്ള അണ്ടവും കൂടി ചേർന്ന് 46 ക്രോമസോം എന്ന് പറയുന്ന സംഖ്യ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ക്രോമസോം സംഖ്യ പകുതിയാക്കാൻ സഹായിക്കുന്ന ഡിവിഷനാണ് മിയോസിസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഊനഭംഗം.
ഊനഭംഗം. അപ്പോൾ ഇത് നമുക്ക് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക. ഒന്ന് മിയോസിസിൻ്റെ ഫേസ് 1, പിന്നെ മിയോസിസിൻ്റെ ഫേസ് 2. അതിൽ ഫേസ് 1 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും 46 ക്രോമസോം നമ്പറുള്ള ഒരു കോശം വിഭജിച്ച് ക്രോമസോം സംഖ്യ പകുതിയായി. സ്ത്രീകളിലും അതേപോലെ തന്നെ ക്രോമസോം സംഖ്യ പകുതിയായി. പക്ഷേ സ്ത്രീകളിൽ എന്താണ്, ഒരു ചെറിയ കോശവും ഒരു വലിയ കോശവുമാണ് ഉണ്ടായത്. പുരുഷന്മാരിൽ 2 ഈക്വൽ കോശങ്ങളാണ്. ഇനി ഇതാ മിയോസിസിൻ്റെ ഫേസ് 2, ഇത് രണ്ടും വിഭജിച്ച് 2 കോശങ്ങളായി, ഇത് രണ്ടും വിഭജിച്ച് 2 കോശങ്ങളായി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, എല്ലാം ഈക്വൽ സൈസാണ്. പക്ഷേ വിഭജിച്ച കോശത്തിൻ്റെ അതേ ക്രോമസോം സംഖ്യ തന്നെയാണ് ഉണ്ടായ കോശങ്ങൾക്കും. അപ്പോൾ ഇവിടെ ക്രോമസോം സംഖ്യ മാറിയില്ല. അപ്പോൾ നമ്മൾ പറയും മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസ് പോലെയാണ്, സിമിലർ ടു മൈറ്റോസിസ്, കാരണം ക്രോമസോം സംഖ്യ മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ ക്രോമസോം സംഖ്യ മാറിയിട്ടില്ല. പക്ഷേ ഇതുണ്ടോ, ഈ കോശം വിഭജിച്ച് ഒരു ചെറുതും ഒരു വലുതുമായിട്ട് മാറും. ഇത് വിഭജിച്ച് 2 ചെറുതുകൾ തന്നെയായിട്ട് മാറും. അപ്പോൾ ഈ ചെറുതുകൾക്ക് എന്തില്ല, പ്രത്യുൽപാദനത്തിനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോളാർ ബോഡികൾ എന്നാണ് വിളിക്കുക. ഈ വലിയ കോശമാണ് എന്തായിട്ട് മാറുക, ഓവം അല്ലെങ്കിൽ അണ്ഡമായിട്ട് മാറുക. അപ്പോൾ ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഒരു അണ്ഡം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പുരുഷന്മാരിൽ ഒരു കോശം വിഭജിച്ച് കഴിഞ്ഞാൽ 4 സ്പേം ഉണ്ടാകും. അതാണ് ഇവിടെ വ്യത്യാസങ്ങൾ കേട്ടോ. മൈറ്റോസിസിനെ മിയോസിസിനെ മിസ് കൊടുത്തിട്ടുണ്ട്. മൈറ്റോസിസ് നമ്മുടെ സാധാരണ കോശങ്ങളിലാണ് നടക്കുക. മിയോസിസ് പക്ഷേ നമ്മുടെ ബീജോത്പാദക കോശങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പറയും ജെർമിനൽ സെൽസിൽ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് നടക്കുക. ഇവിടെ ക്രോമസോം സംഖ്യ മാറില്ല, ഇവിടെ ക്രോമസോം സംഖ്യ പകുതിയാവും. ഇവിടെ ഒരു വിഭജനം കഴിഞ്ഞാൽ 2 സെല്ലാണ് ഉണ്ടാവുക, ഇവിടെ നോർമലി 4 സെല്ലുണ്ടാവും. ഇത് നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ കേടുപാടുകൾ പരിഹരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിയോസിസ് എന്തിനാണ്, ബീജകോശങ്ങൾ രൂപപ്പെടാനാണ് സഹായിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ള നമ്മുടെ ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ കണ്ടാൽ ഒരുപോലെയുള്ള സമജാത ഇരട്ടകൾ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ട്. ഇതിന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സയാമിസ് ഇരട്ടകളുണ്ട്. പിന്നെ കണ്ടാൽ ഒരുപോലെ ഇല്ലാത്ത ഫ്രട്ടേണൽ ട്വിൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും സഹജാത ഇരട്ടകളുണ്ട്. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഗോട്ട് വിഭജിച്ച് 2ആയി പോയതാണ്. അപ്പോൾ ഒരു സൈഗോട്ടിൽ നിന്നാണ് ഈ 2 ആൾക്കാരുണ്ടായത്. അപ്പോൾ അവർ കാണാനും എല്ലാം ഒരുപോലെ ആയിരിക്കും, അവരുടെ ജനറ്റിക് ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ഒരുപോലെ ആയിരിക്കും, അവരുടെ സെക്സും ഒരുപോലെ ആയിരിക്കും. ആൻഡ് സയാമിസ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സൈഗോട്ട് 2ആയി പോയതാണ്, പക്ഷെ അവർ കംപ്ലീറ്റ് ആയിട്ട് 2 ആവുന്നതിന് പകരം ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഐഡൻറ്റിക്കൽ ട്വിൻസ് തന്നെയാണ്, പക്ഷെ അവർ ഒട്ടിപ്പിടിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ സെയിം ആണ്, അവരുടെ സെക്സ് സെയിം ആണ്, അവരെ കാണാനും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഫ്രട്ടേണൽ ട്വിൻസ് ആണ് ഇവരിൽ നിന്ന് വ്യത്യാസം. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സമയത്ത് ഒരു ഓവറി, ഒരു അണ്ഡാശയത്തിൽ നിന്ന് മാത്രം ഒരു അണ്ഡമാണ് ഉണ്ടാവുക. പക്ഷെ ഒരേ സമയം 2 അണ്ഡാശയങ്ങളിൽ നിന്നും അണ്ഡം ഉണ്ടാവുകയാണ്. ആ 2 അണ്ഡങ്ങളെയും അല്ലെങ്കിൽ 2 എഗ്ഗിനെയും സ്പേം വന്ന് ഫ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ ചിലപ്പോൾ ഒന്നിലധികം എഗ്ഗ് ഉണ്ടാവാം. അപ്പോൾ എന്താണ്, ഒന്നിലധികം കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സൈഗോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഓവും ഡിഫറെൻറ്റ് സ്പേമുമാണ്. ഒന്നിലധികം എഗ്ഗ് അല്ലെങ്കിൽ ഒന്നിലധികം ഓവം ഉണ്ടാവുന്നു എന്ന് മാത്രം. അപ്പോൾ അവരെ കാണാൻ ഒരുപോലെ ആയിരിക്കില്ല, അവരുടെ സെക്സ് സെയിം ആവണമെന്നില്ല, ആൻഡ് അവിടെ അവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ ഒന്നും സെയിം ആവണമെന്നില്ല. അവർ ജസ്റ്റ് ഒരേ സമയം ഉണ്ടായി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിഫറെൻറ്റ് എഗ്ഗും ഡിഫറെൻറ്റ് സ്പേമും കൂടി ചേർന്നിട്ടാണ്. അതായത് ഇവിടെയും ഒരു എഗ്ഗ് ഉണ്ടായി, ഇതിനെ സ്പേം ഫ്യൂസ് ചെയ്തു. ഇവിടെ വേറെ എഗ്ഗ് ഉണ്ടായി, ഇതിനെ സ്പേം ഫ്യൂസ് ചെയ്തു. ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടായി, ഇവിടെ വേറെ സൈഗോട്ട് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരെ കാണാനും ഒരുപോലെ ആയിരിക്കില്ല, അവരുടെ സെക്സ് ഒന്നും സെയിം ആയിരിക്കില്ല. ഓക്കെ, പിന്നെതാ നമ്മുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ സെക്സ് ഓർഗൻസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ ഹോർമോൺസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെല്ലാം അനുഭവപ്പെടുന്ന നിങ്ങളുടെ ഈ ഒരു പ്രായമാണ് അഡോളസൻസ്. ഈ മാറ്റങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങളെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്താണ്, നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് മുഖക്കുരുവൊക്കെ വരാൻ വേണ്ടി തുടങ്ങും, കാരണം നിങ്ങളുടെ ഓയിൽ ഗ്ലാൻസിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാഹ്യ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് കരുതിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ക്രീമുകളൊക്കെ വാരി തേച്ച് നമുക്ക് പല അസുഖങ്ങൾ വരുത്തും. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്ലിം ആയിരിക്കുന്നതാണ് ബ്യൂട്ടി എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും. അത് നമുക്ക് ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാക്കുന്ന അനോറെക്സിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പ്രായത്തിൽ എന്താണ്, നമ്മുടെ ആരോഗ്യമാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നമ്മുടെ ചില ഫ്രണ്ട്ഷിപ്പുകൾ നമ്മളെന്താണ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും. ഡ്രിങ്കിങ്ങിനും ആൽക്കഹോളിനും സ്മോക്കിങ്ങിനും ഡ്രഗ്സ് യൂസിനൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ മോശം കൂട്ടുകളിലൊന്നും പോവാതെ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല നോളജ് അക്വയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ചോയ്സസ് അല്ലെങ്കിൽ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതും നല്ലപോലെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ട ഒരു പ്രായമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുക. അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയും എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് വെച്ച് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 20 മിനിറ്റ്സിൽ നമ്മുടെ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.